ഈ മാസം 22-ന് നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരത്തിൽ നിന്ന് ഒരു വിഭാഗം പിന്മാറി എന്നൊരു വാർത്ത വരുന്നുണ്ട്. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറമാണ് പണിമുടക്കിൽ നിന്ന് പിന്മാറിയത്. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കൺസെഷൻ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച അടുത്തയാഴ്ച നടക്കും. പെർമിറ്റ് വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ചർച്ച നടക്കും. അരുൺ സോളമനോട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗതാഗത വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ പൊതുധാരണയായില്ലെങ്കിലും സമരം ചെയ്യുന്നവർ പിളർന്നു എന്ന് തോന്നുന്നു. ഒരു വിഭാഗം പിന്മാറി. ഇനി കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? അരുൺ, ഈ നിലവിൽ 22-ാം തീയതിയാണ് സ്വകാര്യ ബസ് ഉടമകൾ സമരം ആരംഭിക്കാനിരുന്നത്. അനിശ്ചിതകാല സമരമായിരുന്നു. അതിലിപ്പോൾ ഇന്ന് നടന്ന ചർച്ച 95% വിജയകരമായിരുന്നു എന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ പങ്കുവെക്കുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം എന്ന് പറയുന്ന സംഘടന നിലവിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഫെഡറേഷൻ, അതുപോലെ തന്നെ ഓൾ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ നിലവിൽ സമരവുമായി രംഗത്തുണ്ട്. 22-ാം തീയതി സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരും, സമരം നടക്കുമെന്നുള്ള സാധ്യതകളാണ് നിലവിൽ പറയുന്നത്. കാരണം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഒന്ന് പെർമിറ്റ് വിഷയമാണ്. ഈ പെർമിറ്റ് വിഷയം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയൂ എന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികളുടെ ഈ കൺസെഷൻ വിഷയം 2 ആഴ്ചയ്ക്കുള്ളിൽ ഗതാഗത സെക്രട്ടറി വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിച്ച് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതെന്തായാലും സംസാരിച്ചതിന് ശേഷം അതിലും തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ജീവനക്കാരുടെ വിഷയം. ജീവനക്കാർക്ക് ഈ പോലീസിൽ നിന്ന് നിലവിൽ ലഭിക്കേണ്ടുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. നിലവിൽ സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടക്ടർ ഡ്രൈവർമാരെ ഈ തസ്തികയിൽ നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ 1 ഇഞ്ച് പോലും സർക്കാർ പിന്നോട്ട് പോകില്ല. ആ ഒരു അർത്ഥത്തിൽ ആ ഒരു വിഷയവും നിലവിൽ ഈ സ്വകാര്യ ബസ് ഉടമകൾ നിലവിൽ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇനി അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം വരേണ്ടത്. എന്തായാലും നിലവിൽ 22-ാം തീയതിയുള്ള സമരവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അരുൺ, ഓക്കെ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.